ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ വരുന്ന ആദ്യത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1-ൽ വരുന്ന അധ്യായമാണ്. അധ്യായം ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ഒന്നാമത്തെ അധ്യായമാണ്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടില്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം ടേബിളും ടൈമിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാമിലൂടെ ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ അധ്യായം ആഹാരത്തിലൂടെ ആരോഗ്യം. ഈ ഒരു അധ്യായത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആഹാരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആഹാരം എന്ന് നമുക്ക് വ്യക്തമാകും. മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ചായിട്ട് കേൾക്കാറില്ലേ ഈ ഭക്ഷണത്തിനെ കുറിച്ച്, സമീകൃത ആഹാരം കഴിക്കണം, കലോറി നോക്കി ഭക്ഷണം കഴിക്കണം. ആ ഒരു രീതിയിൽ ആഹാരം, ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ നമ്മളിപ്പോൾ ധാരാളം കേൾക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഫോളോയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഭക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു അധ്യായത്തിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഡോക്ടറെ കാണുന്ന ഒരു അമ്മയും കുട്ടിയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി പോഷകാഹാരം എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടും ധാരാളം ഭക്ഷണം ഇനങ്ങളുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുക? പോഷകാഹാരത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതിനു മുന്നേ ഇവിടെ തന്നിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാനാകും? ധാന്യങ്ങളുണ്ട്, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള ഈ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ പ്രഭാത ഭക്ഷണമായിട്ടും ഉച്ച ഭക്ഷണമായിട്ടും രാത്രി ഭക്ഷണമായിട്ടൊക്കെ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവയിൽ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നവ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും. എന്നാൽ ഇഷ്ടമുള്ള ആഹാരം മാത്രം മതിയാവും. അവരവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ആഹാരം കഴിക്കണമെന്ന ആശയത്തിലേക്കല്ല. ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രം അല്ല നമ്മൾ കഴിക്കേണ്ടത്. ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഓരോ കുട്ടികളും അവരവരുടെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ ഭക്ഷണം നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമാണ്. അതിനായിട്ട് നമ്മൾ ഇഷ്ടമുള്ള പദാർത്ഥങ്ങളോടൊപ്പം തന്നെ വളരെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു ചിലതുകൂടി കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ആദ്യം പറയാം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേൾക്കുന്നില്ലേ? അതിനു വേണ്ടിയിട്ടാണ്. കൃത്യസമയത്ത് ആവശ്യമുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇവയെല്ലാമാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്. ഇതിനെല്ലാം പുറമെ നമ്മളോട് പറയാറുണ്ട് പ്ലെൻറ്റി ഓഫ് വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്യണം എന്നുള്ളത്. ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ജലം എന്ന് പറയുന്നത് ഒരു പോഷക ഘടകമല്ല, എങ്കിൽ കൂടിയും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദാർത്ഥമാണ് ജലം എന്നുള്ളത്. ജലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യവസ്തുക്കളിൽ നാം കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഫൈബേഴ്സും ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിശ്ചിത ആഹാരത്തിൽ നിന്ന് കിട്ടുമോ?
ഇല്ല. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ തന്നെ നാം പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കിയാണ് നാം കഴിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. ആഹാരം എന്തിനാണ്? ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ? ഇവ നമ്മൾ എന്തിനാണ് ഭക്ഷിക്കേണ്ടത്? അതുപോലെ പോഷക സമൃദ്ധമായ ആഹാരം നാം ഭക്ഷിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ക്ലിയറായി മനസ്സിലായി അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു, രുചി ആസ്വദിക്കുന്നു. ഇത് മാത്രമാണോ ആഹാരം നമ്മൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യം? നമുക്ക് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റികളുണ്ട്. അതിനായിട്ട് നമുക്ക് ഊർജം വേണം. ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഊർജം വേണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേ അളവിലല്ല ഊർജം ലഭിക്കുന്നത്. നമുക്ക് ഊർജം ആവശ്യമാണ്. ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഊർജം ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം എവിടെ നിന്ന് ലഭിക്കുന്നു? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് ഏതെല്ലാം രൂപത്തിലാണ് കാണപ്പെടുന്നത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ, ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇങ്ങനെ വിവിധ രൂപത്തിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതലായും അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെയുള്ള വിവിധ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തണം, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണത്തെ ക്രമീകരിക്കണം. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഇവിടെ ഒരു പ്രവർത്തന രീതി പറഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ച് പരീക്ഷണങ്ങൾ നടത്തി ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം അന്നജം നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കും. അന്നജം അയഡിനുമായിട്ട് ചേരുന്ന സമയത്ത് ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാവുകയും ചെയ്യും. നമ്മൾ പരീക്ഷണം പഠിക്കേണ്ട ആവശ്യം നമ്മുടെ PSC പരീക്ഷയ്ക്കില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിവ വളരെ സഹായകരമായിരിക്കും. ഓക്കെ, അപ്പോൾ അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറമുണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവിനനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. ഇനി മില്ലറ്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. 2023 അന്താരാഷ്ട്ര മില്ലറ്റ്സ് വർഷമായിരുന്നു. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് 2023. അപ്പോൾ ഇവിടെ ചെറുധാന്യങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മളവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റമിൻ, ധാതു ലവണങ്ങളെല്ലാം മില്ലറ്റ്സിലുണ്ട്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റമിൻ, ധാതു ലവണങ്ങൾ എന്നിവയൊക്കെ മില്ലറ്റ്സിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങളായതുകൊണ്ട് തന്നെ ഇവ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് മില്ലറ്റ്സിനെ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യരും ആഹാരമായി ഇവയെ ഉപയോഗിച്ചു തുടങ്ങി. മില്ലറ്റ്സിന് ഉദാഹരണമാണ് റാഗി, ബജ്ര, തിന, ചോളം, ചാമ, കീൻവ പോലെയുള്ളവയൊക്കെ മില്ലറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. ഇവയുടെ പോഷകമൂല്യം ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു വരികയാണ്. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ചെറുധാന്യങ്ങൾ. അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് വെച്ച് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ്സ് പോലെ തന്നെ പ്രോട്ടീൻ, വിറ്റമിൻ, ധാതു ലവണങ്ങൾ, നാരുകൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡോക്ടറും കുട്ടിയും തമ്മിൽ സംസാരിക്കുകയാണ്. കുട്ടിയുടെ അമ്മ പറയാണ്, ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയുന്നു, കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയവ ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഇവയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
എന്തിനാണ്? പ്രോട്ടീൻ എന്നത് നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇതുകൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് ക്വാഷിയോർക്കർ ബാധിച്ചൊരു കുട്ടിയുടേതാണ്. അത്രയേറെ വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാഗത്തിൻ്റെ 20% പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് ലഘു ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 20 അമിനോ ആസിഡുകളാണ് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ 9 അവശ്യ അമിനോ ആസിഡുകൾ, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. ഇവ മനുഷ്യ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മളോട് കഴിക്കാൻ ആവശ്യപ്പെടുന്നത്. നാം കഴിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് അവശ്യ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ പോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഒന്നാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ, പനീർ, കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട്, മാംസം, മത്സ്യം, എഗ്ഗ്, അതുപോലെ മിൽക്ക്, ഇവയെല്ലാം തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരും ഉണ്ടാകും നമുക്കിടയിൽ. അപ്പോൾ അവർക്കും ഇതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നിശ്ചിത അളവ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ്. അതിനായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഫാറ്റും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പം അതിനായിട്ടും ഒരു പരീക്ഷണമുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനം വഴി നമുക്ക് ഭക്ഷണത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കും. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? അതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കുകയാണെങ്കിൽ പേപ്പർ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോഴുണ്ടായ മാറ്റം. അത് നിരീക്ഷിച്ച് നമുക്ക് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ നൽകിയിട്ടുള്ള ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ പേപ്പറിൽ ഉരച്ച് നമുക്ക് കൊഴുപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതിനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് പറയാം, നാളികേരത്തിൽ 41.6 ഗ്രാം കൊഴുപ്പാണ് 100 ഗ്രാം നാളികേരത്തിൽ അടങ്ങിയിട്ടുണ്ടാവുക, പച്ച. എന്നാൽ കൊപ്രയിൽ 62.6 ഗ്രാം കൊഴുപ്പായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. ഇങ്ങനെ ഓരോ ഭക്ഷണത്തിലും വ്യത്യസ്ത ഗ്രാം കൊഴുപ്പായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കണം. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ്? 1 വെളിച്ചെണ്ണ, 2 നെയ്യാണ്, 3 ഫിഷ് ഓയിൽ, നമ്മൾ കേട്ടില്ല മീനെണ്ണ ഗുളിക, പിന്നെ 4 നമുക്ക് തന്നിട്ടുള്ള ബട്ടറാണ്, വെണ്ണ, 5 നമുക്ക് സൺഫ്ലവർ ഓയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതെല്ലാം കൊഴുപ്പിൻ്റെ സോഴ്സാണ്. അപ്പോൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത്തരത്തിൽ വേർതിരിച്ചെഴുതാവുന്നതാണ് സസ്യജന്യ കൊഴുപ്പുകൾ എന്നും ജന്തുജന്യ കൊഴുപ്പുകൾ എന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവയിൽ നിന്ന് മാത്രമല്ല പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിലെങ്കിലും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കൊഴുപ്പ് കൂടുകയാണെങ്കിലോ? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായിട്ടുള്ള അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമാവുകയാണെങ്കിൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് പിന്നീട് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. നമ്മൾ കേട്ടില്ലേ, കൊളസ്ട്രോളിൻ്റെ അളവ് പരിമിതപ്പെടുത്തി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് അധികമാകാതെയും നമ്മൾ സൂക്ഷിക്കണം. ഇനി വിറ്റാമിനുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളാണ്
വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിനുകൾ എന്നത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും നമ്മുടെ PSC പരീക്ഷയിൽ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നും നമ്മൾ ഒരു മിതമായിട്ടുള്ള പഠനം നടത്തിയ വിദ്യാർത്ഥിക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കുട്ടിയുടെ സംശയം ചോദിക്കുകയാണ്, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സിംറ്റം എന്ന് പറയുന്നത്. മോണയിൽ നിന്ന് രക്തം വരുന്നു. അപ്പോൾ എന്താണ് കാരണം? ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനോടൊപ്പം വിറ്റാമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോൾ വിറ്റാമിനുകളിൽ Aയും Bയും ഒക്കെ ഉണ്ടോ ഡോക്ടർ? അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. വിറ്റാമിനുകൾ ഏതെല്ലാം തരം, എങ്ങനെയെല്ലാമാണ്? വിവിധ തരം വിറ്റാമിനുകളുണ്ട്. അവയുടെ പ്രാധാന്യം എങ്ങനെയാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഇട്ട് വെച്ച് പഠിക്കണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് മാത്രമല്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തായാലും നോട്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ടുള്ളവ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നു. ഓക്കെ, വിറ്റാമിൻ എയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ B തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ C പല്ല്, മോണ, രക്തക്കുഴൽ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ്. ഇതിനാലാണ് ഡോക്ടർ ഇവിടെ കുട്ടിയോട് വിറ്റാമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിറ്റാമിൻ D എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നതാണ് വിറ്റാമിൻ D. വിറ്റാമിൻ E നാഡികളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നു. വിറ്റാമിൻ K മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ K എന്നത്. ഇനി വിറ്റാമിൻ Dയും B കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D എന്നത്. നമ്മളോട് പറയാറില്ലേ, ഇളം വെയിൽ കൊള്ളുകയാണെങ്കിൽ വിറ്റാമിൻ D ലഭിക്കും, വിറ്റാമിൻ്റെ സോഴ്സാണ് എന്നുള്ളത്. അങ്ങനെ അത് മാത്രമല്ല, ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിൻ D ലഭിക്കാറുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ അല്ലെങ്കിൽ മൃദുവായോ ഒക്കെ മാറുന്നുണ്ട്. ഈ അവസ്ഥയെയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. വിറ്റാമിൻ D ലഭിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കണ അഥവാ റിക്കറ്റ്സ് അഥവാ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് B കോംപ്ലക്സ് എന്നത്. B കോംപ്ലക്സ് 8 തരം B വിറ്റാമിനുകളുടെ കൂട്ടമാണ് B കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ B കോംപ്ലക്സ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം എന്നിവയ്ക്കെല്ലാം തന്നെ B കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പോൾ വിറ്റാമിനുകളെല്ലാം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു, അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള വിറ്റാമിനുകൾ ഏതെല്ലാം ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? അപ്പോൾ വിറ്റാമിൻ A ലഭിക്കുന്നതിനായിട്ട് ക്യാരറ്റ്, ചീര, മത്സ്യം, പയറില, ചേമ്പില, മുരിങ്ങയില പോലെയുള്ളവ, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, മൃഗങ്ങളുടെ കരൾ എന്നിവയെല്ലാം വിറ്റാമിൻ എയുടെ ഒരു നല്ല സോഴ്സുകളാണ്. വിറ്റാമിൻ ബിക്ക് വേണ്ടിയിട്ട് മട്ടയരി, അതായത് ധാന്യങ്ങളുടെ തവിട് വിറ്റാമിൻ ബിയുടെ നല്ലൊരു സോഴ്സാണ്. ചീര, മുട്ട, പാൽ ഇവയിൽ നിന്നെല്ലാം വിറ്റാമിൻ ബി ലഭ്യമാകും. വിറ്റാമിൻ സിക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ഇവയിലെല്ലാം തന്നെ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡിക്കായിട്ട് മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങൾ, മത്സ്യ എണ്ണ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വിറ്റാമിൻ ഇക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് സസ്യ എണ്ണകൾ, അതുപോലെ കുതിർത്ത കടല, നിലക്കടല, ബദാം പോലെയുള്ളവയിലെല്ലാം തന്നെ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. വിറ്റാമിൻ കെക്ക് ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുക, വിറ്റാമിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതായിട്ട് ഉറപ്പുവരുത്തുക. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ
തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എന്നാൽ വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത് വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ ലയിക്കുള്ളൂ. അപ്പോൾ കൊഴുപ്പ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ, കൊഴുപ്പിൻ്റെ അഭാവം സംഭവിക്കുമ്പോൾ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടില്ല. അപ്പം അതിനാലാണ് കൊഴുപ്പ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തണം, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നത്. ഇനി ധാതുക്കൾ, മിനറൽസ് ഇൻ ഫുഡ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് എന്നതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ധാതുവിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്? അയൺ എന്നത് ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഏതെല്ലാം ധാതുക്കളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അവ ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും? അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അയൺ, ഇരുമ്പ്, കാൽസ്യം, അയഡിൻ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അയൺ അഥവാ ഇരുമ്പ് ഇലക്കറികളിൽ നിന്നും, ശർക്കര, മത്സ്യം, കരൾ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കും. ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അയൺ അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. എന്താണ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവിനെയാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നുണ്ട്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ട് പോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയെയാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ, നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയെയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയൺ ആണ്. അയൺ ലഭിക്കുന്നതിനായിട്ട് ഇലക്കറികളും ശർക്കര, മത്സ്യം, കരൾ എന്നിവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇനി കാൽസ്യം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാൽസ്യം ലഭിക്കുന്നതിനായിട്ട് മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അയഡിൻ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാതുവാണ് അയഡിൻ എന്ന് പറയുന്നത്. കടൽ വിഭവങ്ങളിലെല്ലാം തന്നെ അയഡിൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കടൽ വിഭവങ്ങൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കിയാൽ അയഡിൻ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ധാതുക്കളെല്ലാം നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഏതിൻ്റെയെങ്കിലും അഭാവമുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട ഒരു അസുഖം നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ അപര്യാപ്തതാ രോഗങ്ങൾ, ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അങ്ങനെ ധാതുക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവയുടെയൊക്കെ അഭാവം മൂലം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്തെല്ലാമാണ് അപര്യാപ്തതാ രോഗങ്ങൾ എന്ന് നോക്കാം. ഡെഫിഷ്യൻസി ഡിസീസസ്. വിറ്റാമിനുകളോ അല്ലെങ്കിൽ ധാതുക്കളോ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൂ. എങ്കിൽ കൂടിയും അവയുടെ ആ ഒരു നിശ്ചിത അളവിൽ പോലും നമുക്ക് ഇവ ലഭ്യമായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കും. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ക്വാഷിയോർക്കർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ കുറയുന്ന അവസ്ഥ. അപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ എന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് പ്രധാനമായും നിശാന്തതയാണ്. വിറ്റാമിൻ A1 അപര്യാപ്തത രോഗമായിട്ട് നിശാന്തത, കെരാറ്റോമലേഷ്യ എന്നിവ പറയുന്നുണ്ട്. വിറ്റാമിൻ A2 അപര്യാപ്തത രോഗമായിട്ട് സിറോഫ്താൽമിയയും പറയാറുണ്ട്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം ഗ്ലോസിറ്റിസ്, അതായത്
നാവ് വീക്കം, നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം വായ്പുണ്ണ് ഉണ്ടാകാറുണ്ട്. വായ്പുണ്ണ് ഉണ്ടാകുമ്പോൾ പറയാറില്ലേ ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റ് കഴിക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ വായ്പുണ്ണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവാണ്. വിറ്റാമിൻ സി, നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷൻ ഡോക്ടറും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ കണ്ടില്ലേ, മോണയിൽ നിന്നുള്ള രക്തസ്രാവം, സ്കർവി രോഗം വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം കണയാണ്, റിക്കറ്റ്സ് അഥവാ കണ. അപ്പോൾ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, അവയുടെ അപര്യാപ്തത രോഗം ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമായിട്ടുള്ള നിശാന്തത. എന്താണ് നിശാന്തത? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അപ്പോൾ ഇവിടെ നമ്മൾ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗങ്ങൾ പഠിച്ചു. ഇനി ധാതുക്കളുടേത്. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിളർച്ച അഥവാ അനീമിയ. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അയഡിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ധാതുവാണ്. അപ്പോൾ അയഡിൻ്റെ കുറവ് മൂലം സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഗോയിറ്റർ ആയിരിക്കും ഉണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോപെറോസിസ്. എന്താണ് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത്? ഓസ്റ്റിയോപെറോസിസ് എന്നാൽ അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമായി പോകുന്ന അവസ്ഥയാണ്. ഇതിനെയാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. അസ്ഥികളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയൊക്കെ ഈ ഒരു ഓസ്റ്റിയോപെറോസിസ് എന്ന ഈ ഒരു അവസ്ഥ കാരണമാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഗോയിറ്റർ, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഗോയിറ്റർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം ഉണ്ടാകുമ്പോൾ അതുമൂലം തൊണ്ടയിലെ ഗോയിറ്റർ ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അയഡിൻ്റെ അഭാവം മൂലം ഗോയിറ്റർ എന്ന ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, വിറ്റാമിൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇവയുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളും ആ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കി. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് പോഷകങ്ങളല്ലാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളവ, പോഷകേതര ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്താണ്? നാരുകൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുള്ളത് വാഴപ്പിണ്ടി മുറിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ നാരുകൾ നമുക്ക് കാണാം. നാരുകളുള്ള മറ്റ് ഭക്ഷണങ്ങളും നമുക്കറിയാം. നമ്മുടെ ആഹാരക്രമത്തിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സെല്ലുലോസാണ് നാരുകൾ പോഷക ഘടകമല്ല. നമ്മൾ പറഞ്ഞല്ലോ പോഷകേതര ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോഷക ഘടകമല്ല നാരുകൾ എന്ന് പറയുന്നത്. എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പിന്നെ നമുക്കറിയാം ഫ്രൂട്ട് ജ്യൂസും ഇന്ന് നമുക്ക് സുലഭമായി ലഭ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളടുത്ത് മാക്സിമം ഡോക്ടേഴ്സൊക്കെ പറയാറില്ലേ ഫ്രൂട്ട്സ് അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഫോമിലേക്ക് ആക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫ്രൂട്ട്സിലുള്ള നാരുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നിട്ടുള്ളതുപോലെ മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത ജ്യൂസും, ഇതിൽ കൂടുതൽ നാരുണ്ടാകുന്ന എന്തായാലും മാമ്പഴത്തിലായിരിക്കുമല്ലോ. അതെ, അപ്പോൾ ജ്യൂസിൽ ആ ഒരു നാരുകൾ ഉണ്ടാവില്ല. അപ്പം നാരുകൾ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് ഉപകാരപ്രദമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം മാക്സിമം നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി ജലം. നമ്മൾ നേരത്തെ പറഞ്ഞു ജലം പോഷക ഘടകമല്ല എങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൽ ഒരു നിശ്ചിത ശതമാനം ജലം എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്.
ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ജലം കുടിക്കണം, ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്, കൃത്യമായ അളവിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനായിട്ട് ഇത്തരത്തിലുള്ള തക്കാളി, വെള്ളരി, മത്തൻ പോലെയുള്ള ജലം അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് പോഷക ഘടകങ്ങളെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടവയെ കുറിച്ചാണ്. സമീകൃത ആഹാരത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇതുവരെ തുറന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് സമീകൃത ആഹാരം? നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു നിശ്ചിത ഭക്ഷണ പദാർത്ഥം ഇല്ല. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമീകൃത ആഹാരം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരികയാണ് നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ടവ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശീലമാക്കി മാറ്റുക. അപ്പം അതിനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ് നമ്മൾ തയ്യാറാക്കി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതിൽ വെച്ച് നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അളവ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവ് കണ്ടെത്തണം. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ മാതൃകയാണ്. ധാന്യങ്ങൾ 260 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ എന്നിവ 30 ഗ്രാം, പാല് അല്ലെങ്കിൽ തൈര് 300 മില്ലി, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം എന്നിവ 85 ഗ്രാം, പഴങ്ങൾ 100 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം എന്നിങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ഒരു മാതൃക തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിശ്ചിത അളവിൽ ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു ഫുഡ് പ്ലേറ്റ് തയ്യാറാക്കുന്നതിനായിട്ട്. ഇങ്ങനെയാണ് ഒരു സമീകൃത ആഹാരത്തിൻ്റെ മോഡൽ ഉണ്ടാകുന്നത്. നമ്മുടെ ആഹാര രീതിക്കനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തുന്ന വിധം നമ്മുടെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി അവ നമ്മുടെ രീതിയുടെ ഭാഗമാക്കി മാറ്റുന്നതാണ് നല്ലത്. സമീകൃത ആഹാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ പോഷകങ്ങൾ ലഭിക്കുന്ന രീതിയിൽ മാറ്റേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് കാർബോഹൈഡ്രേറ്റിനായിട്ട് അരി, ഗോതമ്പ്, വാഴപ്പഴം, ഉരുളക്കിഴങ്ങ്, ചോളം പോലെയുള്ളവയൊക്കെ നമ്മുടെ ഫുഡ് പ്ലേറ്റിൻ്റെ ഭാഗമാക്കി മാറ്റാം. കൊഴുപ്പിനായിട്ട് നെയ്യ്, മത്സ്യം, ബദാം, കശുവണ്ടി, ചീസ്, വെണ്ണ പോലെയുള്ളവയൊക്കെ ഉപയോഗിക്കാം. വിറ്റാമിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ക്യാബേജ്, നെല്ലിക്ക, പപ്പായ, ചീര, തണ്ണിമത്തൻ, കിവി പോലെയുള്ളവയൊക്കെ ഉൾപ്പെടുത്താം. ധാതുക്കൾക്കായിട്ട് ധാതുലവണങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ആപ്പിള്, വാഴപ്പഴം, ഇലക്കറികൾ, തണ്ണിമത്തൻ, ഓറഞ്ച്, തക്കാളി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം. പ്രോട്ടീനിന് വേണ്ടിയിട്ട് ചെറുപയറ്, പാൽ, മുട്ട, മത്സ്യം, ഓട്സ്, സോയ എന്നിവയൊക്കെ ഉൾപ്പെടുത്താം. ഇവയെല്ലാം നമ്മുടേതായ ഇഷ്ടത്തിൻ്റെ അളവിലും നമ്മുടേതായ ശരീരത്തിൻ്റെ ആവശ്യത്തിൻ്റെ അളവിലും ഉപയോഗിച്ച് നമ്മുടെ സമീകൃത ആഹാരത്തിനുള്ള പ്ലേറ്റ് തയ്യാറാക്കി നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറി ഊർജ്ജമുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ഇത്ര കാലറി ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന്. അപ്പോൾ എന്താണ് കാലറി എന്ന് പറയുന്നത്? നമ്മുടെ ഭക്ഷണത്തിൽ എത്ര കാലറി ഉൾപ്പെടുന്നുണ്ട്? എന്താണ് കാലറി? നമ്മുടെ ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി അഥവാ കാലറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്.
ഊർജ്ജത്തിൻ്റെ ആവശ്യകത നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊർജ്ജം അത്രത്തോളം നമുക്ക് ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജവും ആവശ്യമാണ്. അതുപോലെ മുതിർന്ന ഒരു കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ ഇത്രത്തോളം കലോറി നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. സ്കൂൾ ഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇനി പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ്? പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ അവയിലെ പോഷക മൂല്യം നഷ്ടപ്പെടും. മുറിക്കുന്നതിന് മുൻപ് തന്നെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നന്നായിട്ട് കഴുകണം. മുറിച്ച ശേഷം കഴുകിയാൽ അവയിലെ പോഷകങ്ങൾ നഷ്ടപ്പെടും. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ അലിഞ്ഞ് ചേരുന്നു. അപ്പോൾ ഇത് നീരാവിയോടൊപ്പം എളുപ്പത്തിൽ പുറത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് എന്ന് കേട്ടില്ലേ? നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് നമുക്ക് പറയുന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത്, ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ആരോഗ്യകരമായിട്ട് പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ രുചിയും ഗന്ധവും പോഷക ഗുണങ്ങളും എല്ലാം ചേർന്നിട്ടായിരിക്കണം നമ്മുടെ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത്. ഇതിനായിട്ട് പാചകത്തിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക, പാചകത്തിൻ്റെ സമയം കുറയ്ക്കുക, പാചകം ചെയ്ത ഭക്ഷണം നിരത്തിയും തുറന്നും വെക്കാതെ ഇരിക്കുക, വെള്ളം ഉപയോഗിക്കാതെ പാചകം ചെയ്യുക, പ്രഷർ കുക്കിംഗ്, ആവിയിൽ വേവിക്കുക, എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചുള്ള പാചകം, മൈക്രോവേവ് ഉപയോഗിച്ചുള്ള പാചകം എന്നിവയിലൂടെ പോഷകങ്ങൾ വളരെ കുറച്ച് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. വറക്കുന്നതും അമിതമായി ചൂടാക്കുന്നതും ഭക്ഷണത്തിലെ കലോറി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ഭക്ഷണം തയ്യാറാക്കുന്നതിനായിട്ട്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആരോഗ്യകരമായി വളരുന്നതിനായിട്ട് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്, മാത്രമല്ല അത് നമ്മുടെ അവകാശവുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടെക്സ്റ്റിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ വിറ്റാമിനെ കുറിച്ചോ ധാതുക്കളെ കുറിച്ചോ അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചോ വിശദാംശങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.